തൃശ്ശൂരിൽ നിന്ന് ഒരു കെടുതിയെ വോട്ട് ചെയ്തു പാർലമെൻറ്റിലേക്ക് അയച്ചവർക്ക് നടുവിരൽ നമസ്കാരം. സ്വന്തം നാടിനു വേണ്ടി കുതുകാൽ വെട്ടാൻ, സ്വന്തം നാടിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നശിപ്പിക്കാൻ, സ്വന്തം നാട്ടിലെ ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ അവർക്ക് 10 പൈസ കിട്ടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന 2 മരവാഴകളെ അങ്ങോട്ടേക്ക് അയച്ച് അവർക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് പാടുന്നവർക്ക് നമോവാകം. ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ല. 2 പേർ എന്നത് ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടതും മറ്റൊരാൾ തിരഞ്ഞെടുത്തതും. അങ്ങനെ കേരളത്തിന് അള്ളു വയ്ക്കാൻ വേണ്ടി 2 പേർ കേന്ദ്രത്തിലുണ്ട്, കേന്ദ്രമന്ത്രിയായി തന്നെ. അതിൽ 2ാമത്തെ ആളുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ പറഞ്ഞിരുന്നു, വെറും ചെമ്പാണ്, ആ ചെമ്പിനെ സ്വർണമാണെന്ന് മോഹിക്കുന്നവർക്ക് ഒരു കാലത്ത് ദുഃഖിക്കേണ്ടി വരും. വലിയ കാലം വേണ്ടി വന്നില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ചതിനെ സംബന്ധിച്ച് മരവാഴയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. കേരളത്തിന് എന്ത് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ ഈ പൊലമ്പല് നടത്തിയാൽ പോരാ. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടൂറിസത്തിനൊരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്. ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി, ട്രൈബലിന്റെ കാര്യം ഇവിടെ ശ്രീ ടോം വടക്കൻ പറഞ്ഞു, ഒരു വലിയ തിരുത്തലായിട്ടാണ് ഇന്നലെ മിഡിൽ ക്ലാസിന്റെ അപ്ലിഫ്റ്റ്മെന്റ്. എല്ലാവരും താഴെ തട്ടിന് മാത്രം, അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രമാണ്. നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെൻറ് അല്ലല്ലോ. എന്ത് വേണമെന്ന് പുലമ്പിയിട്ട് കാര്യമില്ല. നിലവിളിക്കുകയല്ല വേണ്ടത്, കിട്ടുന്ന ഫണ്ട് ഉപയോഗിക്കണം. അതായത് ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണം ഈ പറയുന്ന വ്യക്തി ഉൾപ്പെടെ വാങ്ങി പോക്കറ്റിട്ട് നക്കിയിട്ട് ഈ നാടിന് ആ പണം തിരിച്ചു തരാത്ത, ഏത് പണം? നികുതിയായിട്ട് GST എന്ന പേരിൽ പിരിച്ചുകൊണ്ട് പോയിട്ട് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ തരാതെ അതെന്തോ ഔദാര്യമായിട്ട് പറയുന്ന വ്യക്തിയുടെ വാചകമാണ്. അതായത് കിട്ടുന്നത് വാങ്ങി നക്കിയിട്ട് പോടേ എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാണ്. നിലവിളിക്കുകയല്ല വേണ്ടതെന്ന്. അതായത് നമ്മുടെ നാട്ടിലെ മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇവൻ്റെ ഇഷ്ടക്കാർക്ക് തിന്നാൻ കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുന്ന പൈസ GST എന്ന പേരിൽ ഈ നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ട് മറ്റുള്ള താല്പര്യക്കാർക്ക് കൊണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം നമ്മുടെ വീടുകളിലല്ലേ വിനിയോഗിക്കേണ്ടത്? ആ പണം തരാതെയാണ് 2 പേർ ഈ രീതിയിൽ ഡയലോഗ് അടിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ വിയർപ്പോഹരി പിരിച്ചുകൊണ്ട് പോയിട്ട് കണ്ടവന് ഞങ്ങൾ തിന്നാൻ കൊടുക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥയെ സംബന്ധിച്ച് പുതിയ മറുപടിയാണ് കരയാതിരിക്കാൻ. അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അത്രേ, അതുകൊണ്ട് നിങ്ങളെ നാട്ടിലെ ജനങ്ങളെ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസ നിങ്ങൾക്ക് തരാൻ സൗകര്യമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുമെന്ന്. ഇത് ഓരോ കുടുംബങ്ങളിലൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന വരുമാനം അവിടുത്തെ ഗൃഹനാഥനോ ഗൃഹനാഥയോ അവരുടെ കയ്യിലേക്ക് ചെന്നതിന് ശേഷം അത് മറ്റുള്ള വീടുകളിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളുടെ വീട് നന്നാകുമോ നശിക്കുമോ? അത്രയേ ഉള്ളൂ അതിന് ഉദാഹരണം. ഈ നാടിനെ നയിക്കാൻ ഒരു കേന്ദ്രമെന്നുള്ള നിലയ്ക്ക് ഒരിടത്തേക്ക് ഈ നികുതിപ്പണം പോവുകയാണ്. ആ പണത്തെ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള വീടുകളിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വീട് നശിക്കുമോ അതോ നന്നാകുമോ? അവിടെയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന, ഈ നാടിൻ്റെ ഉപ്പും ചോറും തിന്ന് വളർന്നവർ കുലംകുത്തി പ്രവർത്തനം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ വർത്താനം പറയുന്ന ജോർജ് കുര്യനെയോ സുരേഷ് ഗോപിയോ എന്ത് പേര് വേണം വിളിക്കാൻ? ഈ നാട്ടിലെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ഇപ്പോൾ വലിയ കാറിൽ സഞ്ചരിക്കുന്നത്, വലിയ ആർഭാടം കാണിക്കുന്നത്, കേന്ദ്രമന്ത്രി ചമഞ്ഞ് നടക്കുന്നത് 2 പേരും. ആ നികുതിപ്പണം വാങ്ങി പോക്കറ്റിലിട്ട് അത് നക്കിയതിന് ശേഷം ഈ നാടിന് കിട്ടേണ്ട വിഹിതം കിട്ടണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ നാടിനോട് കാണിക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്ത് പറയണം? വളരെ ശക്തമായി പ്രതിഷേധം ഉയരേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയം വേറെ, നാടിൻ്റെ മുന്നോട്ട് പോക്ക് വേറെ. ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളും സാധാരണക്കാരായിട്ടുള്ളവർ അധ്വാനിക്കുന്ന പണത്തെ നികുതി എന്ന പേരിൽ GSTയിലൂടെ കവർന്നുകൊണ്ട് പോയിട്ട് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പോലും തിരിച്ചു തരുന്നില്ലെങ്കിൽ
അത് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നതല്ലേ? അവിടെയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യേണ്ടത്. ഈ രീതിയിൽ ദുരന്തത്തിലേക്ക് അകപ്പെട്ട ഒരു നാടിന് പോലും ഒരു തരത്തിലും അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ തയ്യാറാകാതെ നമ്മുടെ ആ നികുതി പണം ഇവർ വളഞ്ഞിരുന്ന് വെട്ടിത്തിന്നുകയാണ്. അവരുടേതായ ആൾക്കാർക്ക് വിതരണം ചെയ്യുകയാണ്. അവിടെ ശബ്ദമുയർത്തേണ്ടതുണ്ട്. ഇതുപോലുള്ള രാഷ്ട്രീയ മാലിന്യങ്ങൾ ഈ നാടിന് അപകടമാണെന്ന് വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയം കളിച്ചതിന് ശേഷം വിജയിച്ചു പോയി കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്തം ഈ നാടിന് വേണ്ടി ശബ്ദമുയർത്തുകയാണോ, ഈ നാടിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുകയാണോ, അതോ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വളഞ്ഞു നിന്ന് കൈയടിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. നമ്മൾ ആരും പ്രജകളല്ല, ഈ നാട്ടിലെ മനുഷ്യരാണ്. ഈ നാട്ടിലെ മനുഷ്യർ ജോലി ചെയ്യുന്നത് ഈ നാട് നന്നാകാനും അവനവൻ്റെ കുടുംബം നന്നാകാനും അവനവന് കിട്ടേണ്ട സൗകര്യങ്ങൾ മെച്ചപ്പെടാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു രാജ്യം ഒരു നികുതി എന്ന പേരിൽ ഈ നാട്ടിലെ മനുഷ്യരിൽ നിന്ന് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് നികുതി പിരിച്ചുകൊണ്ട് പോയതിന് ശേഷം അത് നമ്മുടെ നാടിന് തിരിച്ചു തരാതെ അവർക്കിഷ്ടപ്പെട്ട നാടുകളിൽ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയല്ലേ? അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തിയില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെയും ജോർജ് കുര്യനെതിരെയും ഈ നാടിൻ്റെ ശബ്ദം ഉറക്കെ ഉറക്കെ ഉയരേണ്ട സന്ദർഭമാണ്. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചേ മതിയാകൂ. അത് വരും കാലങ്ങളിൽ ഈ നാടിനോട് നമ്മൾ ചെയ്യേണ്ട ഓരോരുത്തരുടെയും കടമയാണ്. വരും തലമുറയോട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണെന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാടിനെ ഒറ്റുകൊടുത്ത ഈ രണ്ട് കുലംകുത്തികളുടെ നിലപാടിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രതികരിച്ചേ മതിയാകുള്ളൂ.